റിട്ടേണിംഗ് ഓഫീസർ ശ്രീ നാരായണൻ നമ്പൂതിരി ഇന്നലെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് 2 മണിക്കും 3 മണിക്കും ഇടയിൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും. 4 മണിക്ക് സ്ക്രൂട്ടിനിയാണ്. നാളെയാണ് ഒഫീഷ്യലായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രഖ്യാപനവും മറ്റും നടക്കുന്നത്. നാളെ വിപുലമായിട്ടുള്ള സംസ്ഥാന പ്രതിനിധി സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കുന്നത്. ഈ പ്രാവശ്യം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും ആദ്യം, കാരണം ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കം ഉണ്ടായിട്ടും ഏറ്റവും ആദ്യം ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം ജില്ലാതലം വരെയുള്ള എല്ലാ സംഘടനാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല 14 ജില്ലകളുടെ എണ്ണം 30 വർദ്ധിപ്പിച്ചിട്ടും വളരെ സുഗമമായി ജനാധിപത്യപരമായി എല്ലാവരോടും ആശയവിനിമയം നടത്തി ജില്ലാതലം വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കി. ഇനി ഒരെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്, സംസ്ഥാന അധ്യക്ഷൻ്റെ തിരഞ്ഞെടുപ്പ്. അത് നാളെ ഉച്ചയോടുകൂടി അതിനും പരിസമാപ്തിയാവും. അതുകൊണ്ട് കേരളത്തിൽ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഇത്രയും പ്രവർത്തകരെ, ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പ്രോസസ്സ് നടത്തിയത് ഞങ്ങൾ മാത്രമാണ്. കോൺഗ്രസ്സിലെല്ലാം നോമിനേഷൻസാണ്, CPM-ലാണെങ്കിൽ എല്ലാം ഒരു പാനൽ അവതരണമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു കാര്യം പറഞ്ഞാൽ നോമിനേഷൻ കൊടുക്കുന്നുണ്ടോ? അല്ല, എത്ര പേർക്ക് വേണമെങ്കിലും നോമിനേഷൻ കൊടുക്കാം. ഞങ്ങളെ പാർട്ടിക്കകത്ത് പ്രസിഡന്റിനെയും 30 നാഷണൽ കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കാനുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സാണ്. അതിലിടപെടാൻ എനിക്ക് അവകാശമില്ല. അല്ല, അതൊക്കെ നാളെ എൻ്റെ ചടങ്ങിൽ ഞാൻ വിശദമായിട്ട് പറയും ആ കാര്യങ്ങൾ. ഇന്നേ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം വിശദമായിട്ട് നാളത്തെ യോഗത്തിൽ പുതിയ പ്രസിഡൻറ്റും പഴയ പ്രസിഡൻറ്റും നാളത്തെ യോഗത്തിൽ സംസാരിക്കും. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായ ഇടവേളകളിൽ ഞാൻ തന്നെ പുതിയ പ്രസിഡൻ്റായത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഈ 5 വർഷത്തെ മാറുന്നതിലൂടെയാണല്ലോ. അപ്പോൾ ഞങ്ങളെ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. അതിനെ ഞങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ പ്രോസസ്സിനെ പറ്റി എനിക്ക് പറയാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞാൻ നാളെ പറയാം. പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് വിശദമായിട്ട് നാളെ പറയാം.